നമസ്കാരമുണ്ട്. ഒരു കാര്യം ഞാൻ കാണിക്കാം. ഇത് മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. എന്നാലും ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചില പാക്കറ്റാക്കിയിട്ടാണ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയ മരം ചിലപ്പോൾ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ വലിയ മരം ഞാൻ കാണിക്കാം. ഇതിനകത്തുണ്ട് സാധനം. ഈ സാധനം കണ്ട് കാണുമ്പോൾ ഒന്ന് ഉണങ്ങി കണക്കുണ്ടോ? ഇത് ഒരു ഉണക്കാണ് കാണുമ്പോൾ. കളറൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോ ഈ സാധനം? ഉണ്ടോ? ഇതിൻ്റെ കളർ കണ്ടില്ലേ? ഇത് എത്ര കണ്ട് ലോഡ് ചെത്തുന്ന എത്ര കണ്ട്? ഇത് കുറച്ച് മുമ്പായി, കുറച്ച് കാലമായി ഇത് പൊരിച്ചിട്ടിട്ട്. അപ്പോൾ ഇതിപ്പോഴും കേടുകൂടാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആയിരിക്കും അറിയുമോ? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളിത് കുറേയൊക്കെ ഉപയോഗിക്കുന്നു ഈ സാധനം. അല്ല അതിൻ്റെ കളർ വേണ്ട. ഇതിപ്പോൾ നനഞ്ഞിട്ടാണ്. ഇത് കണ്ടോ അത്ര വലിയ മരം കണ്ട്. ഇത് ഉണങ്ങിയിട്ട് വർഷങ്ങളായി. ഉണങ്ങിയിട്ട് ഇതിനെ പൊരിച്ച് മറച്ച് കളഞ്ഞാണ്. ഇതാണ് സാധനം. ഇതിൻ്റെ എല്ലാ കാതലൊക്കെ ഇതൊക്കെ നോക്കിയാൽ എന്താ വേണ്ട. ഇത് വേണ്ട സാധനം വേണ്ട, കളർ വേണ്ട. ഇത് കാണും. ഇതൊക്കെ ഇപ്പോൾ ഉണങ്ങിയിട്ടാ ഉണങ്ങി. ഇതിൻ്റെ കാതലാണ് ഈ സാധനം. ഈ സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനം. ഇതിൻ്റെ ഒറിജിനൽ ഇതുപോലെ ആരും കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. ആരും കണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞു. ഇപ്പോൾ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഉണങ്ങിയ മരമല്ലേ. അപ്പോൾ ഈ ഉണങ്ങിയ മരത്തിലൂടെ ഞാൻ പറഞ്ഞില്ലേ വേറെ മരങ്ങളുണ്ടായിരുന്നു, എല്ലാം കൊത്തിക്കളഞ്ഞത് അല്ലെങ്കിൽ JCB കൊണ്ട് മാന്തിക്കളഞ്ഞതെന്ന് പറഞ്ഞില്ലേ. ഇതിപ്പോൾ കുറച്ച് റബ്ബറിനകത്താന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മരം ഇവിടെ തന്നെ ഉണ്ട്. കണ്ടത്? ഇത് കണ്ടു. ഇതിൻ്റെ വലിപ്പം കണ്ടതാ, ഇതിൻ്റെ വണ്ണം കണ്ടതാ, ഇതിൻ്റെ വണ്ണം കണ്ടത് എത്ര വണ്ണം ഉണ്ട്. ഇതാണ് മരം. ഇതിന് വലിയ ബുദ്ധിമുട്ടാണ് ഈ മരം. പറഞ്ഞാൽ ഇത് വള്ളിയൊക്കെ പടന്നുണ്ട്. വള്ളി പടന്നത് ഇതന്നെ വള്ളിയാണ്. ഇത് മരമല്ല, ഇത് വള്ളിയാണ്. അത്തോടി ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതാണ് മരം. ഇത് ഈ മരത്തിൻ്റെ പേരാണ് പതിമുഖം. നേരത്തെ ഞാൻ പറഞ്ഞില്ലല്ലോ, പതിമുഖമാണ് മരം. ഒരുപാട് വലിയ പടന്ന് പന്തലിച്ച് എന്താ കാണുന്നുണ്ട്. ഇതിൻ്റെ കായ് ഉള്ളതാ, അതിനകത്ത് കായുണ്ട്. ഇതാണ് ഇത്. ഈ ഇതിൻ്റെ ഉള്ളതാ. ഇതാണ് വിത്ത്, ഇതാണ് കായ്. ഈ വിത്ത് ഞാൻ നമ്മളെ വല്യച്ഛൻ്റെ വീടിന്ന് ചെമ്മനാട് എന്ന് പറയും, കാസർഗോഡ് ചെമ്മനാട്. ആടുന്നാണ് ഇതിൻ്റെ വിത്ത് ഞാൻ കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന് നട്ടതാണ്. അങ്ങനെ ഏകദേശം ഒരു 100ഓളം തൈ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നട്ടതാണ്. പിന്നീട് ഇതിന് മാർക്കറ്റിൽ ഇതിന് വലിയ നടുന്ന സമയത്തൊക്കെ നല്ല വിലയായിരുന്നു. പിന്നെ ഇതിന് മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു. അങ്ങനെ ഇത് മൊത്തം ഇപ്പോൾ വെട്ടിക്കളഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ എത്ര വില ഉണ്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇത് ഏകദേശം 10 വർഷത്തിൽ കൂടുതലായി നട്ടിട്ടില്ല. ഇതിനകത്ത് ഇതാണ് പതിമുഖം. ഇതാണ് കാണിച്ചത്. ഇത് ആരുടെയെങ്കിലും അടുത്ത് കൃഷി ചെയ്തവരുണ്ടെങ്കിലും ഒന്ന് പറയുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.